അടിച്ചു വരണല്ലേ? ഈ സമയത്ത് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് നല്ലതാ. നീ MBBS പാസ്സായിട്ട് ഡോക്ടർ ആയാ മതി. ഇതൊക്കെ പറയാൻ ഡോക്ടർ ആവണോ? കോമൺ സെൻസ് പോരെ? നീ എങ്ങോട്ടാ ഈ കയറി പോന്നെ? അകത്തേക്ക്. മഹിമയില്ലേ? ഉണ്ട്. അതിന് അല്ല, കല്യാണം അടുത്തെന്ന് കരുതി അവളുടെ പഠിപ്പിനത് ബാധിക്കരുതല്ലോ. അതുകൊണ്ട് അവൾക്കുള്ള നോട്ട്സുമായിട്ടാ ഞാൻ വന്നേ. ഇത് തരാനല്ലേ നീ വന്നത്? ഞാനിത് മഹിമയ്ക്ക് കൊടുത്തോളാം. നീ വേഗം പോവാൻ നോക്ക്. അല്ല, ഇതുവരെ വന്ന സ്ഥിതിക്ക് മഹിമയൊന്ന് കണ്ടിട്ട് പോവാലോ. കോളേജിലെ കുറെ പേര് അവൾ അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പറയുന്നതല്ല അതിന്റെ ഒരു മര്യാദ. അതിന്റെ ഒരു ആവശ്യമില്ല. ചേച്ചിക്ക് ഞാൻ മഹിമ അടിച്ചതിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. അത് മഹിമ പോലും മറന്നു. ചേച്ചി എന്തിനാ അത് സീരിയസ് ആയി എടുക്കുന്നത്? ഞാൻ മഹിമയുടെ ഒരു നല്ല സുഹൃത്ത് മാത്രമാ. അതല്ലേ അവളുടെ നിശ്ചയത്തിൽ ഞാനിവിടെ ഓടി നടന്ന് ജോലി ചെയ്തേ. നിന്റെ അഭിനയം കണ്ട് ബാക്കിയുള്ളവരൊക്കെ വിശ്വസിച്ച് കാണും. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. നിന്നെ പോലെ ഒരുപാട് ഫ്രോഡുകളെ എല്ലാ ദിവസവും കാണേണ്ടി വരുന്നൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ആ എന്നെ നീ പറ്റിക്കാൻ നോക്കല്ലേ? പറ്റിക്കാൻ നോക്കുവാന്നോ? ചേച്ചി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം നീ മനസ്സിലാക്കിയെടുത്തോളം മതി. ഇനി മഹിമയുടെ കല്യാണം കഴിയുന്നത് വരെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. എന്താ ചേച്ചി, ഒരു കല്യാണമാകുമ്പോ 100 വട്ടം ജോലികളുണ്ടാവില്ലേ? എല്ലാം ചേച്ചിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ പോലെ ഒരാൾ ഒരു സഹായത്തിനുണ്ടാവുന്നത് നല്ലതല്ലേ? നിന്നെ കൊണ്ട് ആർക്കും ഒരു സഹായവും ഉണ്ടാവില്ല. സ്വന്തം ആവശ്യത്തിന് ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമേ നിനക്ക് കഴിയൂ. ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. നിന്നെ പോലുള്ളവന്മാരുടെ നിഴല് പോലും ഇവിടെ വീഴരുത്. ഇറങ്ങിപ്പോടാ. ശരി ചേച്ചി. ഈ ഒരു അവസ്ഥയിലേ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല ചേച്ചി. അവസാനം പ്രഷർ കയറി കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും. നിങ്ങളുടെ അശ്രദ്ധ കാരണം കുഞ്ഞ് മരിച്ചുപോയാലോ? ജീവിതകാലം മുഴുവൻ അതിനോർത്ത് ദുഃഖിക്കേണ്ടി വരില്ലേ? ചേച്ചി മഹിമയെ കോളേജിൽ വെച്ച് തല്ലിയപ്പോ തന്നെ ഞാൻ നിന്നെ ഓങ്ങി വെച്ചതാ. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ആളായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എണീക്കടാ. നീ എന്തുദ്ദേശിച്ചിട്ടാണെങ്കിലും ഈ വീട്ടിലേക്കുള്ള വഴി നീ മറന്നേക്ക്. മഹിമയുടെ കൂടെ എങ്ങാനും ഞാൻ നിന്നെ കണ്ട സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് നല്ല ഇടിയടിക്കും. തൽക്കാലം കിട്ടിയതും കൊണ്ട് പോയിക്കോ. എന്നാ എന്റെ ഒരു ബുക്ക്.